മോഹനൻ മാസ്റ്ററെ വിട്ടയച്ചത് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്തുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ കെ രമ MLA ഉൾപ്പെടെയുള്ളവർ അവരുടെ പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തതിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ്റെ അറിവും സമ്മതത്തോടു കൂടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ അത്തരമൊരു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പാർട്ടിക്ക് സാധ്യമല്ല. ഇതേത് കൊച്ചുകുട്ടിക്കും അറിയുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുകയും അവരെ കൊലക്കത്തിക്കിരയാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം ഈ കേസോടുകൂടിയെങ്കിലും CPM അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. വാസ്തവത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തുകയും കൊലപാതകികളെ പിന്തുണയ്ക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് CPMനുള്ളത്. അത് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ സാമൂഹ്യ ജീവിതത്തെയും വലിയ തോതിൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ അവർ കൊലപാതകം രാഷ്ട്രീയം തൽക്കാലം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് CPM കൊലപാതകത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നത്. അല്ലാണ്ട് കൊലപാതക രാഷ്ട്രീയത്തോടുള്ള അലർജി കൊണ്ടോ കൊലപാതക രാഷ്ട്രീയത്തോടുള്ള തങ്ങളുടെ വിമുഖത കൊണ്ടോ അല്ല, തങ്ങൾ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലം ഒഴിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥ കുറ്റവാളികളും യഥാർത്ഥ അക്രമകാരികളും ഭരണത്തിൽ വന്നതോടുകൂടി താൽക്കാലികമായി കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം ഇല്ലാതായിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു വലിയ താക്കീതാണ് TP ചന്ദ്രശേഖരൻ കേസിൻ്റെ വിധി. അപ്പോൾ പൂർണ്ണമായും ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായ ആളുകളെ ഇനിയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതാണ് കേരളം കാത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നിയമ പോരാട്ടങ്ങളും ആരംഭിക്കും. കെ രമയ്ക്ക് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും.